ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. നമ്മുടെ നാടിനെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ തിരിച്ചറിയണം. ഏത് പ്രതിസന്ധിയിലും സർക്കാർ ജനങ്ങൾക്കൊപ്പമുണ്ടാകും. കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധത്തെ ജനകീയ പ്രതിരോധത്തിലൂടെ നമ്മൾ മറികടക്കും. പ്രളയങ്ങളെയും മഹാമാരികളെയും അതിജീവിച്ച കേരളത്തിൻ്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ ഇത്തരം രാഷ്ട്രീയ കുതന്ത്രങ്ങൾ വിജയിക്കില്ല. വികസിത രാജ്യങ്ങൾക്ക് സമാനമായ ജീവിത നിലവാരമുള്ള ഒരു നവകേരളം നിർമ്മിക്കാനുള്ള നമ്മുടെ യാത്രയിൽ എല്ലാ മലയാളികളുടെയും പിന്തുണയും സഹകരണവും അഭ്യർത്ഥിക്കുന്നു. ഒറ്റക്കെട്ടായി നിന്നാൽ ഒരു ശക്തിക്കും കേരളത്തിൻ്റെ കുതിപ്പിനെ തടയാനാകില്ല. അതോടൊപ്പം ഒരു കാര്യം കൂടി വ്യക്തമാക്കട്ടെ, നമ്മുടെ ക്ഷേമ പദ്ധതികൾ എന്ത് ത്യാഗം സഹിച്ചും സംസ്ഥാന സർക്കാർ നടപ്പാക്കുക തന്നെ ചെയ്യും. ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. മന്ത്രിസഭാ യോഗമെടുത്ത ചില തീരുമാനങ്ങൾ കൂടി അറിയിക്കാനുണ്ട്. അതിലൊന്ന് വോട്ടർ പട്ടിക സംബന്ധിച്ചുള്ളതാണ്. 2025 തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച കരട് പട്ടികയിൽ നിന്ന് 24,08,503 പേർ ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനു പുറമെ കരട് പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ 19,32,000 പേർ വോട്ടവകാശം ഉറപ്പിക്കാൻ രേഖകളുമായി വീണ്ടും ഹിയറിങ്ങിന് ഹാജരാകേണ്ടി വരും. നിലവിൽ 18 മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ളവർ അവരുടെ ബന്ധുത്വം 2002 വോട്ടർ പട്ടികയുമായി ബന്ധപ്പെടുത്തണമെന്ന നിബന്ധനയുള്ളതുകൊണ്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.